നമസ്കാരം. പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ആചാരലംഘനം, കാണിപ്പൊന്ന് കാണാതാകുന്ന സാഹചര്യം പോലുമുണ്ടായി. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അനാസ്ഥയും ധൃതിയുമാണ് ഇതിനൊക്കെയും കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളുമായിട്ട് സനോജ് നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സനോജ് ജി ഇതിൻ്റെ വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഹരി, ഇക്കഴിഞ്ഞ 14-ാം തീയതി, അതായത് വിഷുദിനത്തിൽ, വിഷു ദർശനത്തിന് വേണ്ടിയാണ് തിരുവാഭരണ ചാർത്ത് പന്തളത്ത് വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്നത്. ഇതിന്റെ ഒരു ചടങ്ങെന്ന് പറയുന്നത്, ഇതിന്റെ തലേദിവസം രാത്രി തന്നെ കൊട്ടാരത്തിന്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അത് ഉത്തരവാദിത്വത്തോടു കൂടി ഒപ്പിട്ട് വാങ്ങിയ ശേഷം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് അന്ന് രാത്രി തന്നെ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ ചാർത്തി വച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ കണിദർശനത്തിനായി ക്ഷേത്രം തുറക്കുന്നത്. അങ്ങനെ ക്ഷേത്രം തുറന്നതിന് ശേഷം അന്ന് രാവിലെ 8 മണി വരെ ഈ ഒരു തിരുവാഭരണ ദർശനത്തോടു കൂടിയ വിഗ്രഹം ഭക്തർക്ക് കണ്ടു തൊഴാം, കണി കണ്ടു തൊഴാം. അതിന് ആ നിർമ്മാല്യ ദർശനം കഴിഞ്ഞതിന് ശേഷം ആ ആഭരണ ചാർത്തുകൾ അഴിച്ച് മാറ്റി അഭിഷേകത്തിന് ശേഷമാണ് മറ്റ് വിശേഷാൽ ചടങ്ങുകൾ, ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കാറുള്ളത്. പ്രത്യേകിച്ചും ഈ വഴിപാടുകൾ, അവിടെ നടത്തപ്പെടുന്ന പല വഴിപാടുകളും നടത്തുന്നത് ഈ നിർമ്മാല്യം പൂർണ്ണമായും നീക്കിയതിനു ശേഷം, നിർമ്മാല്യ ദർശനം പൂർണ്ണമായും നീക്കിയതിനു ശേഷം മാത്രമാണ്. എന്നാൽ ആചാരത്തിന് വിരുദ്ധമായി ഇപ്രാവശ്യം ഈ നിർമ്മാല്യം ചാർത്തിയിരിക്കുമ്പോൾ തന്നെ തിരക്കിട്ട് പുറത്ത് ഒരു തുലാഭാര വഴിപാട് നടത്തുകയുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ അനുസരിച്ച് രാവിലെ, അതായത് ഈ നിർമ്മാല്യ ദർശനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് അവിടുത്തെ അധികാരികൾ ചേർന്ന് ഒരു വഴിപാട്, തുലാഭാര വഴിപാട് നടത്താൻ തുനിഞ്ഞതാണ് അവിടെ ഈ കാണിപ്പൊന്ന് കാണാതാകുന്ന സംഭവത്തിന്റെ മൂല കാരണമായി ഇപ്പോൾ പറയപ്പെടുന്നത്. അതായത് ഈ സമയം മറ്റെല്ലാ ഉദ്യോഗസ്ഥരും പുറത്തിറങ്ങിയ സമയത്താണ് ഈ കാണിപ്പൊന്ന് എടുത്ത് എന്ന് പറയുന്ന ആൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുകയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മേൽശാന്തിയുടെ മകൻ ഇത് കൊട്ടാരത്തിൽ നിന്നുള്ള ആരോ ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇദ്ദേഹത്തെ ഈ കാണിപ്പൊന്ന് ഏൽപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഈ കാണിപ്പൊന്ന് കൈവശമാക്കിയ ശേഷം അദ്ദേഹം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് ഇത് പൂജിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് പിന്നീട് ഈ കാണിപ്പൊന്ന് തിരിച്ചെടുത്തത്. നമുക്കറിയാം, എല്ലാ വർഷവും തത്വമയി തന്നെ കാണിക്കാറുള്ളതാണ് ശബരിമലയിലേക്കുള്ള തിരുവാഭരണ യാത്ര. ആ തിരുവാഭരണ യാത്രയിലെ വളരെയധികം ആന്റിക് വാല്യൂ ഉള്ള, ചരിത്ര മൂല്യമുള്ള ഒരു വസ്തു തന്നെയാണ് ഈ കാണാതെ പോയ കാണിപ്പൊന്ന്. ആ കാണിപ്പൊന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈ പറഞ്ഞ വ്യക്തിയുടെ പൂജാമുറിയിൽ നിന്നും. ഇദ്ദേഹം പന്തളത്തിനടുത്ത് തന്നെയുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഒരു റിട്ടയർഡ് BSF ജവാനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ ഒരാൾക്ക് അവിടെ കടന്നു കയറാനും ഇത് കൈക്കലാക്കിക്കൊണ്ട് പോകാനും കഴിഞ്ഞത്. മാത്രമല്ല, ഈ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരിൽ വലിയ കുറവ്, ഈ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ തിരുവാഭരണം കൊണ്ടും ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് പോലീസിന്റെ വലിയ രീതിയിലുള്ള സുരക്ഷയും കാവലും ഒക്കെ ഉള്ളത്. അല്ലാത്ത സമയത്തുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക്, അന്ന് ഇതും തിരുവാഭരണം ചാർത്തുന്ന ചടങ്ങാണ്, ഈ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാതെ അവിടെ 2 ദിവസം കൂടി ഈ വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തുന്നുണ്ട്. ഒന്ന് വിഷു ദിവസമാണ്, മറ്റൊന്ന് അവിടുത്തെ ഉത്സവത്തിനാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒക്കെ വലിയ സുരക്ഷ അവിടെ വേണമെന്നുള്ളത് തന്നെയാണ് കൊട്ടാരം പല കാലങ്ങളിലായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള സുരക്ഷ ഒരിക്കലും ദേവസ്വം ബോർഡോ പോലീസോ നൽകാറില്ല എന്നുള്ളതാണ് ഈ സംഭവം വെളിവാകുന്നത്. ഹരി, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.